സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളായ വാറൻ ബഫറ്റിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ചില പാഠങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഒരു മിനിറ്റ്, ഇത് പണത്തെക്കുറിച്ചോ സ്റ്റോക്കുകളെക്കുറിച്ചോ അല്ല, മറിച്ച് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞ് നമ്മുടെയെല്ലാം ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള 10 പ്രധാനപ്പെട്ട തിരുത്തലുകളെക്കുറിച്ചാണ്. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വാറൻ ബഫറ്റിന്റെ ഒരു കിടിലൻ വാചകത്തോടെ തന്നെ തുടങ്ങാം, അല്ലേ? നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ശീലങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ ശീലങ്ങളാവുന്ന ചെങ്ങലകൾ ആദ്യം വളരെ നേർത്തതായിരിക്കും, നമുക്കത് ഫീല് പോലും ചെയ്യില്ല. എന്നാൽ കാലം കഴിയുന്തോറും അത് നമ്മളെ വരിഞ്ഞു മുറുക്കും. നല്ല ശീലങ്ങളാണെങ്കിൽ അത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ മോശം ശീലങ്ങളാണെങ്കിലോ അത് ഖേദങ്ങളിലേക്ക് നമ്മളെ തള്ളച്ചിടും. ശരി, അപ്പം നമുക്ക് പ്രധാന ആശയത്തിലേക്ക് വരാം. ബഫറ്റ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ 2 കോമ്പൗണ്ടിംഗ് ഗെയിമുകളുണ്ടെന്നാണ്. പണം കാലക്രമേണ വളർന്നു വലുതാവുന്നതുപോലെ നമ്മുടെ അറിവും അനുഭവങ്ങളും വളരുന്നതിനെയാണ് ഇവിടെ കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഗെയിം പണം സമ്പാദിക്കാനാണെങ്കിൽ രണ്ടാമത്തേത് ജ്ഞാനം വർദ്ധിപ്പിക്കാനാണ്. അതായത് 65 വയസ്സെന്നത് ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കളിയുടെ സ്റ്റാർട്ടിംഗ് ലൈനാണ്. നോക്കൂ, ഈ സ്ലൈഡ് കണ്ടാൽ തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ചെറുപ്പത്തിൽ നമ്മുടെ കറൻസി പണമാണെങ്കിൽ പ്രായമാകുമ്പോൾ അത് ജ്ഞാനമായി മാറുന്നു. പണത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ളൊരു ഷിഫ്റ്റ്. ഈ രണ്ടാമത്തെ ഗെയിമിൽ നമ്മൾ നേടുന്ന ലാഭം കണക്കാക്കുന്നത് രൂപയിലല്ല, മറിച്ച് മനസ്സമാധാനത്തിലും നമ്മുടെ ബന്ധങ്ങളുടെ ആഴത്തിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബഫറ്റ് പറയുന്ന ആദ്യത്തെ കുറച്ച് തിരുത്തലുകളിലേക്ക് കടക്കാം. ഇത് പൂർണ്ണമായും നമ്മുടെ ഉള്ളിലുള്ള, നമുക്ക് മുഴുവനായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ആസ്തികളെക്കുറിച്ചാണ്. അവ 3 എണ്ണമാണ്: സമയം, സമ്പത്ത്, ആരോഗ്യം. ഒന്നാമത്തെ തിരുത്തൽ: സമയം. നമ്മുടെ കലണ്ടറിനെ ഒരു നിധി പോലെ കാക്കണം. ആരോഗ്യം, ബന്ധങ്ങൾ, ഇതുപോലുള്ള ഹൈ റിട്ടേൺ കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം സമയം മാറ്റിവെക്കണം. ബഫറ്റ് പറയുന്നത് സമയം നമ്മൾ ബോധപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അത് വെറുതെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. വെറുതെ ഇരിക്കുന്നത് ഫ്രീഡമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തെ തിരുത്തൽ സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ചിന്തയെ ഒന്ന് മാറ്റിമറിക്കുന്ന ഒന്നാണ്. ബഫറ്റിന്റെ ഈ പുതിയ ബാലൻസ് ഷീറ്റിൽ സാമ്പത്തിക ആസ്തി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് 1-ാം സ്ഥാനത്ത്? നമുക്ക് സ്വന്തമായുള്ള സമയവും നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള സ്നേഹബന്ധങ്ങളുമാണ് ഏറ്റവും വലിയ ആസ്തി. യഥാർത്ഥ സമ്പത്തിന്റെ അളവുകോൽ അതാണ്. 3-ാമത്തെ കാര്യം ആരോഗ്യം. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ശരീരവും മനസ്സും ഓരോ ദിവസവും വളരുന്ന ആസ്തികളാണ്. നമ്മുടെ ഓരോ തെരഞ്ഞെടുപ്പും ഒന്നുകിൽ അതിലേക്കുള്ളൊരു നിക്ഷേപമാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു പിൻവലിക്കലാണ്. ചെറുപ്പത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കാത്തത് 65-ാം വയസ്സിൽ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ നിക്ഷേപ പിഴവാണെന്ന് ബഫറ്റ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലേ? ഇനി നമുക്ക് പുറം ലോകവുമായുള്ള നമ്മുടെ ഇടപെടലുകളിലേക്ക് വരാം. നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യാം നമുക്ക് നോക്കാം. 4-ാമത്തെ തിരുത്തൽ നമ്മുടെ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ പോലെ കൈകാര്യം ചെയ്യുക എന്നതാണ്. നമുക്കെല്ലാവർക്കും പരിമിതമായ എനർജിയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ തളർത്തുന്ന, നമ്മുടെ എനർജി ചോർത്തുന്ന ബന്ധങ്ങൾ സ്നേഹത്തോടെ ഒഴിവാക്കുക. എന്നിട്ട് ആ ഊർജം നമുക്ക് സന്തോഷവും കരുത്തും തരുന്ന യഥാർത്ഥ ബന്ധങ്ങളിൽ, അതായത് നമ്മുടെ ബ്ലൂ ചിപ്പ് ബന്ധങ്ങളിൽ നിക്ഷേപിക്കുക. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ഇടയ്ക്ക് സ്വയം ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ആളുകളെക്കുറിച്ച്. ഈയൊരു ചോദ്യം മാത്രം മതി നമ്മുടെ ബന്ധങ്ങളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ. 5-ാമത്തെ തിരുത്തൽ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. പലരും വിചാരിക്കുന്നത് കൊടുക്കുന്നത് ഒരു നഷ്ടമാണെന്നാണ്, അല്ലേ? കയ്യിലുള്ളത് കുറഞ്ഞു പോവുമെന്ന്. പക്ഷേ ബഫറ്റ് പറയുന്നത് നേരെ തിരിച്ചാണ്. കൊടുക്കുന്നത് നമുക്ക് സന്തോഷവും ലക്ഷ്യബോധവും നൽകുന്ന ഏറ്റവും ശക്തമായ ഒരു നിക്ഷേപമാണ്. അത് നമ്മളെ എനിക്കുള്ളത് സംരക്ഷിക്കണം എന്ന ചിന്തയിൽ നിന്ന് പങ്കിടാൻ എൻ്റെ കയ്യിൽ ധാരാളമുണ്ട് എന്ന സമൃദ്ധിയുടെ മനോഭാവത്തിലേക്ക് മാറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിവേകപൂർണമായ ജീവിതത്തിന്റെ കാതലായ 5 തത്വങ്ങൾ. കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ടുള്ള 5 കാര്യങ്ങൾ. നമുക്ക് വേഗത്തിൽ നോക്കിയാലോ? 6-ാമത്തെ തിരുത്തൽ വെറുതെ പഠിക്കുക. അതായത് നമ്മുടെ ജോലിയുമായി ഒരു ബന്ധവുമില്ലാത്ത പുതിയ കാര്യങ്ങൾ പഠിക്കണം, ഒരു കുട്ടിയുടെ കൗതുകത്തോടെ. ഇത് നമ്മുടെ മനസ്സിനെ എപ്പോഴും ചെറുപ്പവും ആക്റ്റീവുമായി നിലനിർത്തും. ചിന്തകൾ മരവിച്ചു പോകുന്നതിനെതിരായ ഏറ്റവും മികച്ച പ്രതിരോധമാണിത്. 7-ാമത്തെ പോയിന്റ് ഇല്ല എന്നു പറയാൻ പഠിക്കുക എന്നതാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ സമയം അത്രയും വിലപ്പെട്ടതായി മാറും. അതുകൊണ്ട് അപ്രധാനമായ കാര്യങ്ങളോട് നോ പറയാനും ചിന്തിക്കാനും വായിക്കാനുമൊക്കെയായി കാലണ്ടറിൽ കുറച്ച് ഫ്രീ ടൈം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും വേണം. 8-ാമത്തെ തിരുത്തൽ പണം കൊടുത്ത് ഓർമ്മകൾ വാങ്ങുക.
കാരണം നമ്മൾ വാങ്ങുന്ന ഫോണും കാറുമൊക്കെ കാലം കഴിയുന്തോറും വില കുറയുന്ന ആസ്തികളാണ്. എന്നാൽ അനുഭവങ്ങളോ? അത് കാലം കഴിയുന്തോറും ഓർമ്മകളായി, മൂല്യമേറുന്ന നിക്ഷേപങ്ങളായി മാറും. 9ാമത്തെ പോയിന്റ് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയമെന്താണ്? നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല, ബിസിനസ്സിലെ നേട്ടങ്ങളല്ല, മറിച്ച് നമ്മൾ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ എത്ര പേർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുവെന്നതാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ അന്തിമ ആസ്തി. 10ാമത്തെയും അവസാനത്തെയുമായ തിരുത്തൽ സിംപ്ലിസിറ്റിയുടെ ശക്തിയെക്കുറിച്ചാണ്. യഥാർത്ഥ ജ്ഞാനമെന്നത് കൂടുതൽ കാര്യങ്ങൾ നേടുന്നതല്ല, മറിച്ച് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുന്നതാണ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം നമുക്ക് ശരിക്കും സന്തോഷം നൽകുന്ന കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ ഇത് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കും. അപ്പോൾ ഈ 10 തിരുത്തലുകളും നമ്മളെ പഠിപ്പിക്കുന്നത് ഖേദിക്കാനല്ല, മറിച്ച് ജ്ഞാനത്തെ വളർത്താനാണ്. ജീവിതത്തിൽ നമുക്കൊരു 2ാം ഇന്നിംഗ്സ് ഉണ്ട്. പണം വളർത്തിയതിനു ശേഷം ജ്ഞാനവും സ്നേഹവും സമാധാനവും വളർത്താനുള്ള ഒരവസരം. ഈ പ്രശസ്തമായ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. തുടങ്ങാൻ ഒരിക്കലും വൈകിയിട്ടില്ല. ഈ പറഞ്ഞ തത്വങ്ങൾ ഏത് പ്രായത്തിലും നമുക്ക് തുടങ്ങാവുന്നതേയുള്ളൂ. നമുക്ക് നമ്മുടെ 2ാമത്തെ മരം, അതായത് ജ്ഞാനത്തിന്റെ മരം, ഇന്ന് തന്നെ നടാൻ തുടങ്ങാം. ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഈ പറഞ്ഞവയിൽ ഏതൊരു കാര്യമാണ് നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാൻ പോകുന്നത്? ഒരു ചെറിയ മാറ്റം മതി. കാരണം കാലക്രമേണ ആ ചെറിയ മാറ്റം നമ്മളെ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ കാണാം.